Welcome to Mahimas cooking class. In this video, I will share Puri recipe. Puri எல்லாரும் വീഡിയോയിൽ ഉണ്ടാക്കും എന്നാലും ചിലർക്ക് പൂരി നന്നായിട്ട് പൊങ്ങുന്നില്ല നന്നായിട്ട് ക്രിസ്പി ആവുന്നില്ല അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെ നല്ലൊരു പൂരി ഉണ്ടാക്കാമെന്ന് കാണാം. പൂരിക്ക് കുഴച്ച് വെക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ബോൾ എടുക്കാം. ഈ ബോളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി. ഞാൻ എടുക്കുന്ന 250 ml മെഷറിംഗ് കപ്പിലാണ്. ഈ ഒരു കപ്പിലാണ് അളന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും സാധാരണ ചോദിക്കാറുണ്ട് മെഷറിംഗ് കപ്പിൻ്റെ ക്വാണ്ടിറ്റി ചോദിക്കാറുണ്ട്. 250 ml ആണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ സോൾട്ട്, 2 ടേബിൾ സ്പൂൺ റവ, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്ത് വെച്ചേക്കുന്നത്. നോർമൽ റൂം ടെമ്പറേച്ചർ വാട്ടർ. ഓയിൽ ആദ്യം ഒന്ന് റബ്ബിൻ ചെയ്യുക. മാവിലേക്ക് നന്നായിട്ടൊന്ന് പിടിപ്പിക്കുക. ഇതിലേക്ക് വെള്ളം ഗ്രാജുവലി ഒഴിച്ചു കൊടുക്കുക. 3/4 ഭാഗവും വെള്ളം ഞാൻ ചേർത്തു. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പൂരിക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ മാവ് ഒത്തിരി സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം എണ്ണ വല്ലാണ്ട് കുടിക്കും. അത് അവോയ്ഡ് ചെയ്യാൻ ഇച്ചിരി ഫേം ആയിരിക്കണം, കട്ടിയുള്ള മാവായിരിക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തെങ്കിലും കുറച്ച് ബാക്കിയുണ്ട്. ഒരു 3/4 കപ്പിനേക്കാളും കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഗ്രാജുവലി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും. അപ്പോൾ ഇത് ഞാൻ തന്നെ ഇവിടെ പൊടിപ്പിച്ചെടുത്തേക്കുന്ന ഗോതമ്പ് പൊടിയാണ്. നമ്മൾ വാങ്ങിക്കുന്ന ബ്രാൻഡഡ് അല്ല. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇച്ചിരി ഫേമാണ് മാവ്. എന്നാൽ ഭയങ്കര ഹാർഡും അല്ല. ഈ രീതിയിൽ വേണം മാവ്. പാത്രത്തിൻ്റെ സൈഡെല്ലാം വടിച്ച് ഫേം ഡോ ആയിട്ട് തന്നെ കഴിക്കുക. അപ്പം നോക്കിയാൽ നമ്മുടെ ഡോ അത്യാവശ്യം മയത്തിലായി. അപ്പോൾ നമ്മളിതിനകത്ത് റവയൊക്കെ ചേർത്തേക്ക് എന്തിനാന്ന് ചോദിച്ചാൽ നല്ല പൂരിക്ക് നല്ല മുരുമുരപ്പ് കിട്ടാനായിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തൂത്ത് വെക്കുക. ഓയിൽ നന്നായിട്ട് റബ്ബ് ചെയ്തു. ഓയിൽ തേക്കുന്നത് ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട്. റബ്ബ് ചെയ്ത ശേഷം ഒന്നെങ്കിലും ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്യുക, അല്ലെങ്കിൽ പ്ലേറ്റ് വെച്ച് മൂടി വെക്കുക. ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്തു. ഇനി ചെറിയ പൂരി സൈസിലുള്ള ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ബോളാക്കി എടുക്കുക. പെർഫെക്റ്റ് സൈസൊക്കെ വേണ്ടവർക്ക് വേ ചെയ്തെടുക്കാം. ഓരോന്ന് വേ ചെയ്ത് 25 ഗ്രാമോ 30 ഗ്രാമോ വെച്ചിട്ട് എടുക്കാം. എല്ലാ പൂരി ഒരേ സൈസിൽ വേണമെങ്കിൽ ഇനി ഓരോന്നും ഇതേപോലെ സ്മൂത്ത് ആക്കി എടുക്കുക. നമ്മൾ നന്നായിട്ട് സ്മൂത്ത് ആക്കിയില്ലെങ്കിൽ അറ്റം എല്ലാം ഇങ്ങനെ നല്ലൊരു നീറ്റ്നെസ് കിട്ടാണ്ട് വരും. പൂരിക്കുള്ള മാവെല്ലാം നമ്മൾ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി മാറ്റി. ഇനി ഒരു ക്ലോത്ത് വെച്ച് കവർ ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അടുത്തായിട്ട് ഒരു കടായി ചൂടാക്കാം. പൂരി ഫ്രൈ ചെയ്യാനായിട്ട് നല്ലതായിട്ട് എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പൂരിക്ക് നന്നായിട്ട് എണ്ണ വേണമല്ലോ, അപ്പം മുങ്ങിക്കിടക്കുന്ന പരുവത്തിന് എണ്ണ ഒഴിക്കുക. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് പൂരി ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നുകിൽ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ പരത്തിയെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ പൂരി പ്രസ് ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ഇച്ചിരി ഓയിൽ തൂക്കാം. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് സെയിം ഓയിൽ തന്നെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മൾ പൂരി ഇടുമ്പോൾ അത് പതഞ്ഞ് വരും. 2 എണ്ണ മിക്സ് ആകുമ്പോഴത്തേക്ക് പതയും.
എപ്പോഴും ഇച്ചിരി ഒത്തിരി തിക്കായി പോവല്ല, ഇച്ചിരി തിക്ക. വീണ്ടും ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതൊരു കറക്റ്റ് തിക്നെസ്സാണ്. ഈ ഒരു തിക്നെസ്സിൽ വേണം പൂരി ഉണ്ടാക്കാനായിട്ട്. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ടേൺ ചെയ്യുക. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കാം. രണ്ട് പ്രാവശ്യമൊക്കെ പ്രസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ റവ ചേർത്തേക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും. ഒത്തിരി തളതളാന്ന് പോകത്തില്ല, സോഫ്റ്റായി പോവില്ല, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കാം. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. എപ്പോഴും പൂരി ഇട്ട ശേഷം ഒന്ന് തട്ടിക്കൊടുക്കുക. ഓയിൽ എപ്പോഴും പൂരിയുടെ മേലെ ഉണ്ടാവണം. നമ്മൾ ഒട്ടും മൈദ ഒട്ടും ചേർക്കാണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതേപോലെ ഈ ഒരു പ്രോസസ്സ് ബാക്കിയുള്ളതും ഇതേ രീതിയിൽ റിപ്പീറ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഒത്തിരി ഹൈ ആണ് കളർ മാറും. എണ്ണ തീരെ കുറച്ചിടില്ല, ഇട്ട് കഴിഞ്ഞാൽ എണ്ണ വല്ലാണ്ട് കുടിക്കും. എപ്പോഴും മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യുക. ലോ ഫ്ലെയിമിലാണെങ്കിൽ എണ്ണ വല്ലാണ്ട് കുടിക്കും. പൂരി പ്രസ് ഉപയോഗിക്കാതെ നമ്മൾ പരത്തിയാണ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരേ തിക്നെസ് ആയിരിക്കണം പൂരിക്ക് ത്രൂ ഔട്ട്. ചിലയിടത്ത് തിക്കും ചിലയിടത്ത് തിന്നുവാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരത്തില്ല, അത് ശ്രദ്ധിക്കുക. പിന്നെ മാവ് കണ്ടമാനം ഇടാതിരിക്കുക പരത്തുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാ പൂരിയും ഫ്രൈ ചെയ്തു. അപ്പോൾ നോക്കിയാൽ എല്ലാം തന്നെ നന്നായിട്ട് പൊങ്ങിയ പൂരിയാണ്. നമ്മുടെ പൂരീസ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഈ അളവിൽ ഒരു 16, 17 അങ്ങനെ അളവിൽ പൂരി കിട്ടും. നമ്മൾ എടുക്കുന്ന മാവിൻ്റെ വലുപ്പം അനുസരിച്ചിട്ടാണ് പൂരിയുടെ നമ്പർ കേട്ടോ. അപ്പം നിങ്ങളിത് ട്രൈ ഔട്ട് ചെയ്യുക. എല്ലാം തന്നെ നല്ല പഫ്ഡപ്പ് ആയിട്ടുള്ള പൂരി, ഒരെണ്ണം പോലും പൊങ്ങാണ്ട് വന്നിട്ടില്ല. അപ്പോൾ അത് ഈ റെസിപ്പി അതേപോലെ ഫോളോ ചെയ്യുക. ഞാൻ പറഞ്ഞ ടിപ്സുകൾ ഫോളോ ചെയ്യുക. അങ്ങനെയാൽ നന്നായിട്ട് പൂരി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല വീഡിയോസിൽ വീണ്ടും നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.